ഇത് ഒരു പെലിറ്റിയർ സെല്ലാണ്. അതായത് നമ്മുടെ ഈ കാറിലൊക്കെ ചെറിയ കൂളറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ കൂളറിൽ തണുപ്പ് വരുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സെല്ലാണ് പെലിറ്റിയർ എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ട രണ്ട് പോളുകളുണ്ട്, ഒന്ന് നെഗറ്റീവും മറ്റൊന്ന് പോസിറ്റീവും. കേട്ടോ, ഇത് 12 വോൾട്ടാണ്. 12 വോൾട്ട് 5 ആംപിയറിൻ്റെതാണ് ഈ പെൽറ്റിയർ. നമ്മളിത് ഈ ട്രാൻസ്ഫോമർ ഉണ്ടല്ലോ, ഈ അഡോപ്റ്ററിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ സൈഡ്, അതായത് ഈ എഴുത്ത് വന്നിരിക്കുന്ന ഈ സൈഡ് തണുക്കുകയും ഇപ്പുറത്തെ സൈഡ് ചൂടാവുകയും ചെയ്യും. അപ്പോൾ ഈ തണുപ്പുള്ള സൈഡ് നമ്മൾ ഏതെങ്കിലും ഒരു കണ്ടെയ്നറകത്ത് വരത്തക്ക രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കണ്ടെയ്നർ ആ അറ എന്ത് ചെയ്യും, തണുക്കും. ഇപ്പുറത്ത് ചൂടായിരിക്കും. അപ്പോൾ ഈ ചൂടിനെ നമ്മൾ എന്ത് ചെയ്യണം, കൂൾ ചെയ്ത് കൊടുക്കണം. അതായത് ഇതിനെ ഒരു ഫാൻ വെച്ചിട്ട് കണ്ട് ഇതുപോലെ ഒരു ഫാൻ വെച്ച് സെറ്റ് ചെയ്ത് കണ്ടോ കൂളിങ് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ഹീറ്റ് സിങ്കും കൂടെ ഘടിപ്പിക്കണം, ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഈ ഹീറ്റും ഈ കൂളിങ്ങും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനരഹിതമായി മാറും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇതിൽ ഉണ്ടാകുന്ന ചൂട് കളയാൻ വേണ്ടിയിട്ടാണ്, അതിനെ റിമൂവ് ചെയ്യാനാണ് ഈ ഹീറ്റ് സിങ്ക് ഉപയോഗിക്കുന്നത്. ഒരു സൈഡിൽ ഹീറ്റ് വരുന്ന സൈഡിൽ, എന്നിട്ട് അതിനെ ഒരു ഫാൻ വെച്ച് നമ്മൾ തണുപ്പിക്കും. അപ്പോൾ ഈ സൈഡിൽ ഇവിടെ തണുപ്പായിരിക്കും വരുന്നത്. ഈ പെൽറ്റിയറാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് പെൽറ്റിയറാണ്. അപ്പോൾ ഈ പെൽറ്റിയർ കൂൾ സൈഡാണിത്. ഈ കൂളിംഗ് സൈഡിൽ ഇത് നമ്മുടെ ഏതെങ്കിലും കണ്ടെയ്നർ അകത്ത് വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള തണുപ്പ് ആ കണ്ടെയ്നറിനകത്ത് നിൽക്കും. ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചു തരാം. ഇത് 12 വോൾട്ടിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ്. ഇത് ഞാൻ അതിൽ പ്ലഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത ശേഷം ഞാനിതിൽ ഇതിൻ്റെ പെൽറ്റിയറിൻ്റെ രണ്ട് പോളുകളും ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് ഓൺ ചെയ്യാം. അപ്പോൾ ഇതിൽ തണുപ്പ് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഇങ്ങനെ തണുത്ത ശേഷം വെള്ളത്തുള്ളികൾ ഇങ്ങനെ നിൽക്കും. ഇതിൽ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ നോക്കാം, ഈ റൂമിനകത്ത് ഡീഹ്യൂമിഡിഫയർ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ എയറിൽ മോയ്സ്ചർ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും അത് ഇതിൽ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരിക്കുക. പക്ഷെ തണുക്കുന്നുണ്ട്, കണ്ടോ, നല്ല രീതിയിൽ തണുക്കുന്നുണ്ട്. പക്ഷെ അതിൽ ഈ വെള്ളത്തുള്ളികൾ പറ്റി പിടിക്കാനായിട്ട് ഇച്ചിരി സമയം എടുക്കും. ഞാനത് കാണിച്ചു തരാം. ഏകദേശം തണുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ തെർമോമീറ്റർ വെച്ചിട്ട് ഞാൻ അതിൻ്റെ തണുപ്പ് ഞാൻ എത്രയാണെന്ന് ഞാൻ അളന്ന് കാണിച്ചു തരാം. അത് തെർമോമീറ്ററാണ്. ഇപ്പോൾ റൂം ടെമ്പറേച്ചർ 30.2 ഡിഗ്രിയാണ്. ഇതിൽ വെച്ച് നോക്കാം നമുക്ക്. കണ്ടോ, ഇതിനകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കാം. കണ്ടോ, 29, 28. കണ്ടോ, അത് കുറഞ്ഞു വരുന്നുണ്ടോ? ഈ ഭാഗം തണുക്കുന്നതാണ്. കണ്ടോ, 26, 26.6, 26.6. ഇങ്ങനെ ഇപ്പോൾ തണുത്തുകൊണ്ടേയിരിക്കും അത്. ഞാൻ ഈ വിരൽ വരച്ച് ഈ തെർമോമീറ്റർ തൊട്ടപ്പോഴാണ് അത് 26.7 ആയത്. ഇനി നമ്മൾ ഇപ്പുറത്തെ സൈഡ് നോക്കാം. അപ്പോൾ ഈ കൂളിംഗ് സൈഡാണ്. ഇപ്പോൾ 26.7 നിൽക്കുന്നത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും താഴോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ, അതായത് ഞാൻ ഹോട്ട് സൈഡ് എന്ന് പറഞ്ഞല്ലോ, ചൂടുള്ള സൈഡ്, അവിടെ വെച്ച് നോക്കാം നമുക്ക് തെർമോമീറ്റർ. കണ്ടോ, അവിടെ ചൂടാണ്. കണ്ടോ, ഭയങ്കരമായിട്ട് ചൂടാണ്. എത്ര ഡിഗ്രിയെന്ന് നോക്കാം. റൂം ടെമ്പറേച്ചർ 30 ആയിരുന്നു. കണ്ടോ, 31, 32. കണ്ടോ,
ഈ സൈഡ് ചൂടാവും, ഈ സൈഡ് ചൂടാവും, ഈ സൈഡ് തണുപ്പായിരിക്കും. ഉണ്ടോ? 37 ഡിഗ്രി വരെ. ഇനി നമ്മൾ റൂം ടെമ്പറേച്ചർ നോക്കാം. 38 ഡിഗ്രി വരെ. ഇനി നമ്മൾ റൂം ടെമ്പറേച്ചർ എത്രയും നോക്കാം. കണ്ടോ? വീണ്ടും ഡൗൺ ആയി. അപ്പം ഞാൻ ഒന്നിനും കണക്ട് ചെയ്തിട്ടില്ല ഈ തെർമോമീറ്റർ. കണ്ടോ? 36. ഇത് 30 ഡിഗ്രിയിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് തണുപ്പാണ്. അപ്പോൾ ഈ ചൂട് കണ്ടോ? ഈ ചൂട് അധികരിച്ചു പോയി. അപ്പോൾ ചൂട് നമ്മൾ നിൽക്കാനായിട്ട് ഇനി ഫാൻ കണക്ട് ചെയ്യണം. ഈ ചൂട് കൂടുതലാണ് ഇപ്പോൾ ഇവിടെ, അത് കുറയ്ക്കണം, എന്നാലേ ഇവിടുത്തെ തണുപ്പ് കൂടി വരുള്ളൂ. ഇപ്പം ഞാനിവിടുത്തെ ഫാൻ ഓണാക്കി. കണ്ടോ? ഫാൻ കറങ്ങുന്നുണ്ടോ? ഈ ഫാനും കൂടെ ഞാൻ ഇതിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ചൂട് കുറയും, പകരം ഇവിടുത്തെ തണുപ്പ് കൂടുകയും ചെയ്യും. നമുക്ക് നേരത്തെ 26 26.7 ആയിരുന്നു. ഇപ്പോൾ ഫാൻ കൂടെ ഓണാക്കിയപ്പോൾ എത്രയാണെന്ന് നോക്കാം നമുക്ക്. ഇതിൽ ട്രാൻസ്ഫോമർ 5 ആമ്പിയർ തന്നെ വേണം. 5 ആമ്പിയറോ അതിൽ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നല്ല തണുപ്പ് കിട്ടുന്നത്. ഇതിപ്പോൾ 27.3. ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഏകദേശം 22 ഡിഗ്രിയൊക്കെ നമുക്ക് 22-20 ഡിഗ്രി വരെയൊക്കെ ഇതിൽ കിട്ടും. കുറേ നല്ല പവർ കൂടുതലാണെങ്കിൽ അത് 18 ഡിഗ്രി വരെയൊക്കെ ഈ പെലിറ്റിയറിലും നമുക്ക് കിട്ടും. അപ്പോൾ 2 പെലിറ്റിയറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒരു കണ്ടെയ്നർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ കണ്ടെയ്നറുകൾ, അതായത് നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സോ മറ്റോ ഒക്കെ തണുപ്പിക്കാൻ പറ്റുന്ന അത്രയും തണുപ്പ് ഇതിൽ നിന്ന് കിട്ടും. ഇപ്പോൾ കാറിലൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക കൂളറുകളിലും ഈ പെലിറ്റിയറാണ് ഉപയോഗിക്കുന്നത്. കേട്ടോ? 26.3 ഇപ്പോൾ നമ്മൾ ആ ഫാനും കൂടെ ഉപയോഗിച്ചപ്പോൾ അതിൻ്റെ ചൂട് കണ്ടോ? കുറഞ്ഞ് അതായത് ഈ ഭാഗത്തെ ചൂടും കുറയുമ്പോൾ ഇത് കൂടുതൽ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കും, കൂളിംഗ് സൈഡ്. അപ്പോൾ 25.9 ആണോ? അപ്പോൾ ഇങ്ങനെ തണുത്തുകൊണ്ടേയിരിക്കും. ഓക്കെ.